തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ബിജെപിയുടെ സംസ്ഥാന ഭാരവാഹി യോഗം ചേരുകയാണ് തിരുവനന്തപുരത്ത്. ഇതിലിപ്പോൾ ഒടുവിലുണ്ടായിരിക്കുന്ന വിലയിരുത്തൽ 4 സീറ്റുകളിൽ വിജയിക്കും എന്നാണ്. 2 സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുമെന്നും പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സംസ്ഥാന ഭാരവാഹി യോഗത്തിലുണ്ടായി. പ്രകാശ് ജാവ്ദേക്കർ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു ഭാരവാഹി യോഗത്തിൽ. ശോഭാ സുരേന്ദ്രനെതിരെയായിരുന്നു ഈ വിമർശനങ്ങൾ. EP ജയരാജനുമായി നടത്തിയ രഹസ്യ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വന്നതിനാണ് ഇത്തരമൊരു വിമർശനം ജാവ്ദേക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ച BJP നടത്തുമ്പോൾ ആ വിവരങ്ങൾ പുറത്തു വരാറില്ല. പക്ഷേ കേരളത്തിൽ മാത്രം അതിന് വ്യത്യസ്തമായി കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നതാണെന്നും ജാവ്ദേക്കർ സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ BV വിനോദ് ചേരുകയാണ്. വിനോദ്, EP ജയരാജൻ കൂടിക്കാഴ്ചയുടെ കാര്യം സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ചർച്ചയായല്ലോ. ഇതിലിപ്പോൾ നേതാക്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ജാവ്ദേക്കറിന്റെ വിമർശനം മാത്രമേ ഉണ്ടായുള്ളൂ? മഞ്ജുഷ്, കൃഷ്ണദാസ് പക്ഷം മുരളീധര പക്ഷം തർക്കം ഒരിക്കൽ കൂടി മറനീക്കി പുറത്തു വരുന്നു. ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലാണ് ഇപ്പോൾ വിമർശനം ഉണ്ടായിരിക്കുന്നത്. BJP നേതൃയോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയാണ്, അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ വിശ്വാസ്യത തകർന്നു. കൂടിക്കാഴ്ച ശോഭ എങ്ങനെ അറിഞ്ഞു എന്നാണ് ജാവ്ദേക്കർ ചോദിക്കുന്നത്. അതായത് EP ജയരാജൻ ജാവ്ദേക്കർ കൂടിക്കാഴ്ച, ജയരാജന്റെ മകന്റെ വീട്ടിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച നടന്നതെന്ന് ജയരാജൻ നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇത് എങ്ങനെ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞു എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, പാർട്ടിയിലെ നേതാക്കൾ പലരുമായും കൂടിക്കാഴ്ച നടത്തും, അത് തുറന്നു പറയുന്നത് കേരളത്തിൽ മാത്രമാണ് എന്ന വിമർശനം കൂടി. അതായത് CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ആളുകളെ BJP-യിലേക്ക് അടർത്തി മാറ്റാനുള്ള ദൗത്യം BJP നടത്തുന്നുണ്ട്. പത്മജ വേണുഗോപാലിന്റെയും അനിൽ ആന്റണിയുടെയും അടക്കമുള്ള പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് നേതാക്കളെ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ വിജയകരമായി BJP പൂർത്തിയാക്കി എന്ന വിലയിരുത്തലാണ്. പ്രകാശ് ജാവ്ദേക്കറെ കേന്ദ്ര നേതൃത്വം അതിനായി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അത് നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വെളിപ്പെടുത്തൽ വന്നതും അത് വലിയ വിവാദമായതും. നേരത്തെ BJP-യുമായി ചർച്ച ചെയ്ത നേതാക്കൾ BJP-യിലേക്ക് വീണ്ടും വരുന്നതിന് വൈമുഖ്യം കാണിക്കുന്നു എന്ന ആക്ഷേപവും ഇതിനകം പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയർന്നു വന്നു. ഏതായിരുന്നാലും ശോഭയുടെ നടപടി ഇങ്ങനെ വിവാദമാകുമ്പോൾ കൃഷ്ണദാസ് പക്ഷം ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ശ്രദ്ധേയമാണ്. PK കൃഷ്ണദാസ്, MD രമേശ്, AN രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. ഔദ്യോഗിക പക്ഷത്ത് അല്ലാത്ത സ്ഥാനാർത്ഥികൾക്കെതിരെ അവർക്കെതിരെ ഉയർന്ന ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്ന ആരോപണമാണ് പ്രധാനമായും കൃഷ്ണദാസ് പക്ഷം എടുക്കുന്നത്. അതോടൊപ്പം തന്നെ എതിരാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് മുരളീധര പക്ഷം സ്വീകരിച്ചുവെന്ന വിമർശനമുണ്ട്. അത് ഗുരുതരമായ പ്രശ്നമാണല്ലോ. 2 പക്ഷങ്ങളും തമ്മിൽ വീണ്ടും തമ്മിലടി രൂക്ഷമാകുന്നു എന്നുള്ള ഒരു സൂചന ഇന്നത്തെ സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വിട്ടുനിൽക്കലിൽ നിന്ന് മനസ്സിലാവുകയാണല്ലോ. അതോടൊപ്പം തന്നെ ഈ 2 സീറ്റിനപ്പുറം 4 സീറ്റിൽ വിജയ സാധ്യത എന്ന് എന്തുകൊണ്ട് വിലയിരുത്തൽ ഉണ്ടാകുന്നു? തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും പുറമെ വേറെ ഏതെല്ലാം സീറ്റുകളിൽ ജയിക്കുമെന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്? ആറ്റിങ്ങൽ, പത്തനംതിട്ട മണ്ഡലങ്ങൾ, അവിടെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. 4 സീറ്റുകളുടെ വിജയമാണ്. തിരുവനന്തപുരം, തൃശൂർ ഉറപ്പിക്കുന്നു. അതിന് പുറമെയാണ് ഈ 2 സീറ്റുകൾ കൂടി. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച സ്ഥലങ്ങളിൽ ഔദ്യോഗിക പക്ഷത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന ആരോപണം കൃഷ്ണദാസ് പക്ഷം ഉന്നയിക്കുന്നുണ്ട്. നേതൃമാറ്റം എന്ന ആവശ്യം വീണ്ടും ഉയർന്നു വരികയാണ്. ഈ തമ്മിലടി എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ വീണ്ടും മാറുന്നത്. ഏതായിരുന്നാലും BJP-യെ സംബന്ധിച്ച് 20%-ലധികം വോട്ട് നേടാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. പൊതുവിൽ ഈ തിരഞ്ഞെടുപ്പിൽ UDF-നോടും LDF-നോടും വൈമുഖ്യമുള്ള ആളുകൾ BJP-ക്ക് വോട്ട് ചെയ്തു. എന്നാൽ നേതാക്കൾക്കിടയിലെ ഈ തർക്കം അത് നേതൃത്വത്തിന് തലവേദന തന്നെയാണ്. മഞ്ജുഷ്, ശരി. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ശോഭാ സുരേന്ദ്രന്റെ തുറന്നു പറച്ചിലിനെതിരെയാണ് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പ്രകാശ് ജാവ്ദേക്കർ വിമർശനം ഉന്നയിച്ചത്.